നമസ്കാരം. ചാനൽ 5+ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. കോഴിക്കോട് വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമുണ്ട്. കാലം എത്ര കഴിഞ്ഞിട്ടും പാർട്ടികളും പാർട്ടിക്കാരും എത്ര മാറിയിട്ടും മാറാതെ പഴമയുടെ പെരുമയും പഴമയുടെ നന്മയും കാത്തുസൂക്ഷിക്കുന്ന കെട്ടിടം മർക്കൻറ്റൈൽ എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിടമാണ്. കാലത്തെ അതിജീവിച്ച് ഇവിടെ പഴമയുടെ പെരുമയോടെ ഇന്നും നിലനിൽക്കുന്നത്. തികഞ്ഞ ഗാന്ധിയനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി രാമാനുജത്തിൻ്റെ പാദസ്പർശമേറ്റ കെട്ടിടം ഇത് കോഴിക്കോട്ടെ ഏറ്റവും പഴക്കമുള്ള കെട്ടിടങ്ങളിൽ ഒന്ന്. നഗരമധ്യത്തിൽ ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ആ പഴമയിൽ ഒരു മാറ്റവും വരുത്താത്ത ഒരു കെട്ടിടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ ഒന്നായ മർക്കൻറ്റൈൽ എംപ്ലോയീസ് അസോസിയേഷൻ്റെ കെട്ടിടമാണ് ഇത്. ഈ കെട്ടിടം ഏതാണ്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. പക്ഷേ മർക്കൻറ്റൈൽ എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിക്കുന്ന 1946 സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ്. 46 സ്വാതന്ത്ര്യ സമരം വളരെ ആളിപ്പടർന്നിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളായ കോഴിപ്പുറത്ത് മാധവമേനോൻ, കെ ദാമോദരമേനോൻ എന്നിവർ ഇതിൻ്റെ തലപ്പത്തെത്തുകയും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. പത്മഭൂഷൺ ജി രാമാനുജം ഉൾപ്പെടെ നിരവധി സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പാദസ്പർശമേറ്റ കെട്ടിടം. ഇത്രയേറെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ കയറിയിറങ്ങിയൊരു കെട്ടിടം കോഴിക്കോട്ട് വേറെയില്ല. ഇതൊരു ചരിത്രം ഉറങ്ങുന്ന കെട്ടിടം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ കോഴിപ്പുറത്ത് മാധവമേനോൻ, കെ ദാമോദരമേനോൻ, ജി രാമാനുജൻ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അപ്പോൾ അവരുടെ സ്മരണ നിലനിർത്തുക എന്നതുകൂടി നമ്മുടെ ഉദ്ദേശത്തിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ തനിമ നിലനിർത്തണം എന്നുള്ളത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാണ്, ജനറൽ ബോഡിയും തീരുമാനിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഇതിൽ ചില റിപ്പയർ വർക്കൊക്കെ ഇനി ചെയ്യാനുണ്ട്. അതൊക്കെ ഞങ്ങൾ തീർത്തു വരികയാണ്. അപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയധികം പഴക്കമുള്ളൊരു കെട്ടിടം ഈ കോഴിക്കോട് നഗരത്തിൽ വളരെ അപൂർവമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എത്രയോ മഹാന്മാർ കാലത്തിൻ്റെ പടവുകളിലൂടെ ചവിട്ടിക്കയറിയ ഗോവണിപ്പടികൾ ഇത്. മർക്കൻറ്റൈൽ എംപ്ലോയീസ് അസോസിയേഷൻ 1946 രൂപവൽകൃതമായി. ഇപ്പോൾ 77 വർഷം കഴിഞ്ഞു. ഓരോ വർഷവും അതിൻ്റെ വാർഷിക സമ്മേളനങ്ങൾ മുടങ്ങാതെ ഞങ്ങൾ നടത്തി വരികയാണ്. 4 സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന മെമ്പർമാരുള്ള അസോസിയേഷനാണിത്. അപ്പോൾ കർണാടകത്തിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, കേരളത്തിലാവട്ടെ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവനും അതിൻ്റെ പ്രവർത്തകരുമുണ്ട്. ഭാരവാഹികളും അതത് സംസ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. മദിരാശിയിൽ നിന്നുള്ള തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായ ആർ ദാമോദരനാണ് ഇതിൻ്റെ ചെയർമാൻ ഇപ്പോഴും. പിന്നെ ഇതിൻ്റെ മറ്റൊരു വൈസ് ചെയർമാൻ കെ ഹരീന്ദ്രൻ, അദ്ദേഹം പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ നിന്നുള്ള തൊഴിലാളി നേതാവാണ്. പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് മാഹിയിൽ ഹോസ്പിറ്റൽ തൊഴിലാളികളുണ്ട്, ട്രാൻസ്പോർട്ട് തൊഴിലാളികളുണ്ട്, ബാങ്ക് ജീവനക്കാരുണ്ട്. ഒരു വലിയ ഒരു ശൃംഖല അവിടെ നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതേപോലെ IT സെക്ടറിൽ നമുക്ക് കർണാടകയിൽ ഒട്ടേറെ മെമ്പർമാരുണ്ട്. അതേപോലെ തന്നെ മദിരാശിയിലും ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ രംഗത്തും IT രംഗങ്ങളിലൊക്കെ അത് നിയന്ത്രിക്കുന്നത് ആർ ദാമോദരനാണ്. പിന്നെ കെ ഇളവരി എന്നു പേരായ മറ്റൊരു നേതാവും തമിഴ്നാട്ടിൽ നിന്നും MEയുടെ പ്രവർത്തനത്തിന് നമുക്ക് വളരെ വളരെ സഹായകമായ നേതൃത്വമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ വന്നിരുന്ന കസേരകൾക്ക് പോലും ഒരു മാറ്റവുമില്ല. ശ്രീ ജി രാമാനുജം ഗാന്ധിജിയുടെ ശിഷ്യനാണ്. ഗാന്ധിജിയാണ് അദ്ദേഹത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മൂവ്മെൻറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതോടുകൂടിയാണ് അദ്ദേഹം ഗാന്ധിയിൽ ആകൃഷ്ടനായി ഒടുവിൽ ഗാന്ധിയൻ പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു യൂണിയൻ. യൂറോപ്യൻ മാനേജ്മെൻറ്റിൽ വളരെ പീഡനം അനുഭവിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ രക്ഷയ്ക്കായി അദ്ദേഹം മദ്രാശിയിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ഈ പുരാതനമായ ഈ കെട്ടിടത്തിൻ്റെ കോണിപ്പടികൾ 100 കണക്കിന് പ്രാവശ്യം കയറി വന്ന ആളാണ് ജി രാമാനുജൻ. ഞാനിരിക്കുന്ന ഈ കസേരയിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹം എത്രയോ വർഷങ്ങളോളം ഇരുന്നു. ആ കസേരയിൽ ഇരിക്കാൻ ദൈവം എന്നെയും സഹായിച്ചു എന്നതിൽ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ് മഹാനുഭാവനോട്. ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് സമരത്തിലും അഹിംസാ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇത്. അപ്പം പുതിയ തൊഴിൽ നിയമങ്ങൾ വന്നതോടുകൂടി അത് നമ്മളെ ഈ പ്രസ്ഥാനത്തെ വളരെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്.
29 ലേബർ നിയമങ്ങൾ ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് അത് വെറും 4 കോഡുകളാക്കി മാറ്റി മോദി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ നിയമനിർമ്മാണം സംബന്ധിച്ച് പാർലമെൻറ്റിൽ സംബന്ധിച്ച് നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ MP-മാരൊക്കെ ശബ്ദം ഉയർത്തിയിട്ട് യാതൊരു ഫലമുണ്ടായില്ല. അവിടെ ചർച്ചയ്ക്ക് തന്നെ അത് വിധേയമായിട്ടില്ല. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളിലൂടെയാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു തൊഴിൽ തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ് ഒരാൾക്ക്. സ്ഥിരം സ്വഭാവമുള്ള ഒരു തൊഴിൽ ഈ രാജ്യത്തില്ല. എല്ലാം കരാർ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിൽ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു ജോലി കിട്ടുമ്പോൾ ഒരാശ്വാസം അവരുടെ മാതാപിതാക്കൾക്കുണ്ടായിരുന്ന എൻ്റെ കുട്ടിക്ക് ജോലി കിട്ടിയല്ലോ, അപ്പോൾ അവനെല്ലാ ആനുകൂല്യങ്ങളും അവൻ റിട്ടയർ ചെയ്യുന്നവരെ കിട്ടും, റിട്ടയർ ചെയ്താൽ അവൻ്റെ ആശ്രിതന് കിട്ടും, അല്ലെങ്കിൽ അവളത് ആശ്രിതന് കിട്ടും എന്നൊക്കെയായിരുന്നു. ഇനി അതൊന്നുമില്ല. ഇനി 3-4 കൊല്ലത്തെ അപ്പോയിൻമെൻറ്റ്, അതിനെ കോൺട്രാക്ട് ബേസിൽ. ആ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ തൊഴിൽശാല ഉടമയുമായും തൊഴിലാളിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കരാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തൊഴിലാളിക്ക് തൊഴിലുടമയോട് തൻ്റെ അവകാശം ആവശ്യപ്പെടാനുള്ള നിയമമില്ല. അപ്പോൾ അയാൾ കോടതിയിൽ പോയാൽ പോലും ഒരു രക്ഷ കിട്ടാത്ത അവസ്ഥ. ഈ തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഈ പുസ്തകങ്ങൾക്കും രേഖകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ ഗാന്ധിജിയെ കണ്ടില്ല, പക്ഷേ ഗാന്ധിജിയുടെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ ശിഷ്യനായി ഏറെ കാലം വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ മാഹാത്മ്യമായി ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ എന്നും ഞങ്ങൾ അദ്ദേഹത്തിനെ സ്മരിക്കുന്ന യോഗങ്ങൾ നടത്താറുണ്ട്, അദ്ദേഹത്തിനെ സ്മരിക്കുന്ന പരിപാടികൾ നടത്താറുണ്ട്. അങ്ങനെ ശ്രീ രാമാനുജം സാറിൻ്റെയും അതേപോലെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഡോക്ടർ ജി സഞ്ജീവ് റെഡ്ഡിയുടെയും സേവനങ്ങൾ. സഞ്ജീവ് റെഡ്ഡിയാണെന്ന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1999 ശ്രീ രാമാനുജം ഗവർണറായി നിയമിതനായപ്പോൾ ഡോക്ടർ ജി സഞ്ജീവ് റെഡ്ഡിയാണ് MEA പ്രസിഡൻ്റായത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ഒരു പ്രശ്നം ഈ യൂണിയന് വന്നാൽ ഇവിടെ നിന്ന് ഫോൺ ചെയ്താൽ മതി ഹൈദരാബാദിലേക്ക് അല്ലെ ഡൽഹിയിലേക്ക്, എവിടെയാണ് അദ്ദേഹം ഉണ്ടാവുക എന്ന് അപ്പം തന്നെ ഫോണിൽ മാർഗ്ഗനിർദ്ദേശം നൽകുകയും മാനേജ്മെൻറ്റുമായി നമ്മൾ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ ജി സഞ്ജീവ് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് വളരെ ഗൗരവത്തോടുകൂടി സ്വീകരിക്കുകയും പ്രശ്നപരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഈ യൂണിയൻ. INTUCയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായുള്ള ഈ യൂണിയൻ ഇന്നും നമ്മളെ തൊഴിലാളികൾക്ക് വളരെ മാനസികമായ പ്രചോദനം നൽകുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. 100 വർഷത്തോളമായിട്ടും മാറാതെ ഇപ്പോഴും മാറ്റങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഈ കെട്ടിടം, കാലത്തിൻ്റെ ഒരു മൂകസാക്ഷി പോലെ.